ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എമ്പുരാൻ എന്നുള്ള മലയാളം പടം റിലീസായി. നല്ല ശതമാനം ആൾക്കാർ ആ സിനിമ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ മോഹൻലാൽ അഭിനയിച്ച, പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത അതിമനോഹരമായ ഒരു മലയാള ചിത്രം. കണ്ട പലരും കൊള്ളാം എന്ന് പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നു മോഹൻലാലിൻ്റെ പ്രസൻസ് വളരെ കുറവായിരുന്നുവെന്ന്. അങ്ങനെ സിനിമ 2-3 ദിവസം കുഴപ്പമില്ലാതെ തിയേറ്ററിൽ ഓടി. മുടക്കിയതിനേക്കാൾ 10 മടങ്ങ് ലാഭം സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടി. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, സിനിമയുടെ ചില ഭാഗങ്ങൾ ഏകദേശം 15 സ്മോൾ പോർഷൻസ് കട്ട് ചെയ്ത് റിലീസിന് ഒരുങ്ങുകയാണ് എന്ന്. 2002 ഗുജറാത്ത് കലാപവും അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതൃത്വത്തിനും ശരിക്കും കൊണ്ടു. അതിനുശേഷം അവർ ആ സിനിമയ്ക്കെതിരെ നല്ല രീതിയിൽ യുദ്ധമുറയുമായിട്ട് മുന്നോട്ട് ഇറങ്ങി. ഞാൻ സിനിമ കണ്ടു, നിങ്ങളിൽ പലരും സിനിമ കണ്ടിരിക്കാം. നമ്മൾ സിനിമ എന്നുള്ള ആ ഒരു മേഖലയെ സിനിമയായിട്ട് കണ്ടു, എൻജോയ് ചെയ്തു, തിരിച്ചു പോന്നു. യഥാർത്ഥത്തിൽ നടന്ന സംഭവം 10-20 വർഷം കഴിഞ്ഞു. പലരും ആ സംഗതികളൊക്കെ മറന്നുപോയി. പിന്നെയും ഒരു മലയാള സിനിമ അത് കുത്തിപ്പൊക്കി ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ആ സ്വരച്ചേർച്ച പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി ആക്കം കൂട്ടി എന്ന് അവർ കരുതുന്നു. കാരണം ഒരു സിനിമ ഉണ്ടാക്കിക്കഴിഞ്ഞ് അത് സെൻസർ ബോർഡിന് വിട്ട് അവരതിന് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ വെക്കുകയും ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്ത് അതിന് ശേഷമാണ് തിയേറ്ററിൽ ഒരു റിലീസിന് ഡേറ്റ് പറയുകയും റിലീസിനെത്തുകയും ചെയ്യുന്നത്. ഇതിനൊക്കെ ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർക്ക് ആസനത്തിൽ തീ പിടിച്ച് ചൂട് കയറിയത്. പലരും ലാലേട്ടനെ കുറ്റം പറയുന്നു. അപ്പം മേജർ രവി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ലാലേട്ടൻ 4-5 പടത്തിൽ അഭിനയിച്ചു. അദ്ദേഹത്തിന് ഒരു കഥ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ നിർദ്ദേശങ്ങളോ അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം